ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ടൊരു പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ സമിതിയിലുണ്ടായിരുന്ന അംഗങ്ങളെ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ആദ്യം കരട് തയ്യാറാക്കുക. ആ കരടിന്റെ അതിശക്തമായ ഭാഗമായിരുന്നു പോലും ഈ പൗരത്വ നിയമ ഭേദഗതി. അതിനെക്കുറിച്ചുള്ള ശക്തമായ ഭാഗം ആദ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. അംഗീകരിക്കേണ്ടവരുടെ മുന്നിലെത്തി. അപ്പൊ അവര് ഈ ഭാഗം ഇപ്പോ വേണ്ടതില്ല. എന്താണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണെന്ന് രാഹുൽ ഗാന്ധിയോട് പിണറായി വിജയൻ ചോദിച്ചു തുടങ്ങിയിട്ട് നാളേറെയായി. കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസിലെ എല്ലാ നേതാക്കളെയും പോലെ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് CAA കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്ന് കരുതിക്കൂട്ടി പുറത്താക്കപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. പ്രകടന പത്രിക പുറത്തിറങ്ങുന്നതിന് തലേനാൾ വരെ കരട് പ്രകടന പത്രികയിൽ സ്ഥാനം പിടിച്ചിരുന്ന പൗരത്വ ഭേദഗതി നിയമം മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നു അത്രേ. രാഹുൽ ഗാന്ധി കൂടി ഉൾപ്പെടുന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അപ്പോൾ CAAയുടെ കാര്യത്തിൽ എന്തായിരുന്നു? BJPയുടെ കരിനിയമങ്ങൾ ഒഴിവാക്കുമെന്ന് പറയുന്നതിൽ പൗരത്വ ഭേദഗതി നിയമവും ഉണ്ടെന്ന് വ്യാഖ്യാനിച്ചു വിടുന്ന കോൺഗ്രസ് നേതാക്കളെപ്പോലെ ഒഴിഞ്ഞുമാറാൻ രാഹുലിന് കഴിയുമോ? സംഘപരിവാറിന് കീഴടങ്ങി കൊടി ഉപേക്ഷിച്ചവർ നിലപാടിൽ തന്നെ വെള്ളം ചേർക്കുന്നു. CAA ഒഴിവായതോ ഒഴിവാക്കിയതോ? രാഹുൽ എപ്പോൾ മറുപടി പറയും? ന്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് ഡോക്ടർ സോയ ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ സോയ ജോസഫ്, താങ്കളോടാണ് ചോദിക്കുന്നത്. ഈ വടക്കേ ഇന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് CAAയുടെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വിട്ടുകളിച്ചിട്ടുണ്ടോ? രാഹുലിൻ്റെ നിർദ്ദേശമായിരുന്നോ കരട് പ്രകടന പത്രികയിൽ നിന്ന് CAA പുറത്തായതിന് പിന്നിൽ എന്ന് അറിയേണ്ടതുണ്ട്. അദ്ദേഹം ഒന്നും മറുപടി പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ സംശയം. ഇത്തരം സംശയങ്ങൾക്ക് തന്നെ യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറഞ്ഞു വെക്കാനുള്ളത്. എവിടുന്നാണ് ഈ കരട്, അല്ലെങ്കിൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രം കരട് പുറത്തുവിട്ടു, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആ സമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ അവരെ പോലും ഉദ്ധരിച്ചുകൊണ്ട് ഈ കരട് പുറത്തുവിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ വിശ്വാസ്യത തന്നെ ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഒരു കരട് പുറത്തുവിടേണ്ട ഒന്നല്ല. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റായി സൂക്ഷിക്കാനുള്ളതും അത് പിന്നീട് അതൊരു പൂർണ്ണ രൂപമായി പുറത്തുവിടേണ്ട ഒന്നുമാണ് മാനിഫെസ്റ്റോ. അപ്പൊ അതിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന നുണകൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വിശദമായി സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുൻപ് ഈ പ്രകടന പത്രികയിൽ CAA പറ്റി ഒന്നും മിണ്ടുന്നില്ല, പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പിണറായി വിജയൻ നടത്തുന്ന എല്ലാ പത്രസമ്മേളനങ്ങളുടെയും ആകെയുള്ള അജണ്ട അത് പ്രത്യേകം എടുത്തു പറയണം. ആകെയുള്ള അജണ്ട കോൺഗ്രസ് CAA പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല, രാഹുൽ ഗാന്ധി മോഡിക്കെതിരെ സംസാരിക്കുന്നില്ല. ഈ രണ്ട് അജണ്ടയല്ലാതെ ഈ രാജ്യത്ത് നീറുന്ന ഒരു പ്രശ്നങ്ങളെ പറ്റിയും, അല്ലെങ്കിൽ അത്തരമൊരു പ്രശ്നങ്ങളെ ഇല്ല ഈ രാജ്യത്ത് എന്നുള്ള മട്ടിലാണ് ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അതും പോട്ടെ. അപ്പൊ ഈ പറഞ്ഞ പ്രസ്താവനയുടെ വാസ്തവം ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് CAA പറ്റി കോൺഗ്രസിന്റെ നിലപാട്? ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കാനും, ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ കാര്യങ്ങളുടെ പേരിൽ ഇത്തരം അന്തിചർച്ചകൾ നടത്താനും നിങ്ങൾ കൂടെ തയ്യാറാകുന്നു എന്നുള്ളത് ഒരു മാധ്യമ സ്ഥാപനത്തിന് പോലും യഥാർത്ഥത്തിൽ നാണക്കേട്. അല്ല, ഇത് വാസ്തവമല്ല എങ്കിൽ അത് പറയേണ്ടവർ പറയണ്ടേ? രാഹുൽ ഗാന്ധി ഈ കാര്യത്തെ കുറിച്ച് ഒരു മറുപടി പറഞ്ഞാൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ അത് മാറുന്നതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നീറുന്ന പ്രശ്നങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഈ CAA ഒരു നീറുന്ന പ്രശ്നമായി കോൺഗ്രസിന് തോന്നുന്നില്ലേ?
തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ആ നീറുന്ന പ്രശ്നത്തെ കുറച്ചു കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇത് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അല്ല, ഇത് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കാണാത്തത്. അതുകൊണ്ടാണ് ഇത് മാത്രം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ മാറണം. അപ്പൊ പിണറായി വിജയൻ ഒന്നും സംസാരിക്കാനില്ല. പിണറായി വിജയൻ ഈ രാജ്യത്തെ ഒരു പ്രശ്നത്തെ പറ്റിയും സംസാരിക്കാനില്ല. കോൺഗ്രസിന് അല്ല, ഇതിപ്പോ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രമാണ് ഈ കാര്യം പുറത്തുവിട്ടത്. ഈ കാര്യത്തിൽ പിണറായി വിജയൻ രണ്ടാമതാണ് പ്രതികരിക്കുന്നത്. ഈ പത്രത്തിൽ ഇത് വന്നതിന് ശേഷമാണ് പത്രം ഇങ്ങനെ പറയുന്നു എന്ന് പിണറായി വിജയനും ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ പത്രം എന്തുകൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിൽ കോട്ട് ചെയ്തവർക്കൊക്കെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമല്ലോ. ഒന്നും പറയുന്നില്ല. അല്ല, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി മിണ്ടുന്നില്ല എന്ന് നിങ്ങളോട് ആരാണ് പറയുന്നത്? ഞങ്ങൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ ആരും കണ്ടില്ല. ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. സംശയം തോന്നിയപ്പോൾ വി ഡി സതീശനോട് ചോദിച്ചു. അപ്പൊ വി ഡി സതീശൻ പറഞ്ഞു പേജ് 8 ഉണ്ടെന്ന് പറഞ്ഞു. പേജ് 8 നോക്കിയപ്പോൾ അതില്ല. എന്താണില്ലാത്തത്? ഭാഷാ ന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ ഇവർക്കെതിരെയുള്ള ഈ രാജ്യത്തുണ്ടാക്കിയ മുഴുവൻ കരിനിയമങ്ങളും ഈ രാജ്യത്ത് ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ല, പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് എടുത്ത് ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണിത്. ഈ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രികയിൽ CAA ആണ് വലിയ വിഷയമായി കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ തലേ ദിവസം വരെ, പ്രകടന പത്രിക പുറത്തിറങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ കരടായി അതുണ്ടായിരുന്നു എന്ന് പറയുകയും ഇപ്പോൾ അതില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി മറുപടി പറയണ്ടേ? ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ഈ പറയാൻ അനുവദിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കൂ. ഞാൻ 8ാമത്തെ പേജിനെ പറ്റി പറഞ്ഞു. 22ാമത്തെ പേജിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ വിരുദ്ധമായ മുഴുവൻ നിയമങ്ങളെയും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വേറെ രാജ്യത്തിന്റെ വേറെ എവിടേക്കും നിങ്ങൾ പോകണ്ട. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വന്ന പൊതുസമ്മേളനം നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടു എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ കൃത്യമായി തന്നെ പൗരത്വ നിയമ ഭേദഗതി ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്ന മറ്റ് കള്ളങ്ങൾ കൂടി ഞാൻ പറയാം. കാരണം അദ്ദേഹം പറയുന്നത് നമുക്ക് ഇപ്പൊ ഈ കാര്യത്തെ കുറിച്ചാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഡോക്ടർ സോയ ജോസഫ്, ഈ കാര്യത്തിലാണ് സംശയമുള്ളത്. നമുക്കത് തീർത്തു പോകാം. ഇന്നിപ്പോ 9 മണി വരെ മാത്രമാണ് ചർച്ചയുള്ളത്. ഈ ചർച്ചയ്ക്കിടയിലെങ്കിലും നമുക്ക് ഈ സംശയം തീർത്തു പോകേണ്ടതുണ്ട്. താങ്കളുടെ ആവശ്യം അതാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതല്ലാതെ ഇത് പറഞ്ഞിട്ടില്ല എന്നാണ് വിമർശനം. ശരി, അപ്പോൾ അത് ഇന്ന സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാവുന്നതാണ്. അത് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ പല പ്രസംഗങ്ങളും പല സ്വീകരണങ്ങളും അദ്ദേഹം വയനാട്ടിൽ ഉൾപ്പെടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരു പ്രസംഗത്തിൽ മാത്രമാണ് അങ്ങേക്ക് പോലും ഇപ്പോൾ എന്തെങ്കിലും പറയാനുള്ളത്. കോഴിക്കോട് കടപ്പുറത്ത് എന്തോ പറഞ്ഞു എന്നാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത്. മറ്റു പ്രസംഗങ്ങളിലൊന്നും അത് കാണുന്നില്ല. മൂന്നാമത്തെ ഒരൊറ്റ കാര്യം, പ്രകടന പത്രികയിൽ കരടിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഇപ്പോൾ അതില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം രാഹുൽ ഗാന്ധി പറയുന്നില്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞത് നാളെ ഇരുട്ടി വെളുത്തിട്ട് പറയാമെന്നാണ്. ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതെന്തുകൊണ്ട് എന്ന് സംശയം ഉണ്ടാകില്ലേ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്ന സത്യവിരുദ്ധമായ പ്രസ്താവനകൾക്ക് മറുപടി പറഞ്ഞു നടക്കലല്ല രാഹുൽ ഗാന്ധിയുടെ പണി എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം കഴിഞ്ഞ 1 മാസമായി, നിങ്ങൾ ഈ വസ്തുനിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനൊന്ന് സമയം അനുവദിക്കൂ. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 1 മാസമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? കോൺഗ്രസിന് CAയിൽ നിലപാടില്ല. കോൺഗ്രസ് CAയ്ക്കെതിരെ അല്ലെങ്കിൽ CA വരണമെന്ന് ആഗ്രഹിച്ച് അതിനെതിരെ വോട്ട് ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ MP-മാരാരും പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ശ്രീ തരൂർ, നമുക്കറിയാം അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഘട്ടത്തിൽ അതിനെതിരെ സംസാരിച്ച MP-യുടെ പേര് ഡോക്ടർ ശശി തരൂർ എന്നുള്ളതാണ്. പിന്നീട് പ്രേമചന്ദ്രൻ MP സംസാരിച്ചു. ശശി തരൂരിന്റെ കാര്യം എടുക്കാം. ഡോക്ടർ സോയ ജോസഫ്, ശശി തരൂർ എന്താണ് പറഞ്ഞത്? ശശി തരൂർ പറഞ്ഞു, പാർലമെന്റിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രകടന പത്രിക വരുമ്പോൾ CAA അതിനകത്തുണ്ടാകും എന്നാണ് ശശി തരൂർ പറഞ്ഞത്. പ്രകടന പത്രിക വന്നപ്പോൾ അത് കാണുന്നില്ല. തരൂർ പറഞ്ഞു, ശരിയാണ്, പക്ഷെ അത് കാണുന്നില്ല പ്രകടന പത്രികയിൽ. മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് ഇല്ലാതാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ CAA എന്ന 3 അക്ഷരങ്ങളോടാണോ കോൺഗ്രസിന് ദേഷ്യം?
അല്ല, കോൺഗ്രസ് എല്ലാ കാലത്തും നിലപാടെടുത്തിട്ട് ഞാൻ ഈ പറയട്ടെ, ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. ഈ പറയുന്ന പിണറായി വിജയൻ നിങ്ങളുടെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് CAA പറ്റിയും ഒന്ന് UAPA പറ്റിയിട്ടും. ഈ രണ്ട് നിയമങ്ങളോടും CPM കേരളത്തിൽ പ്രാക്ടിക്കലായി കാണിച്ചിട്ടുള്ള സമീപനത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു. അല്ല, പ്രാക്ടിക്കലേക്ക് നമുക്ക് വരാം. അതാത് കാലഘട്ടങ്ങളിൽ നിങ്ങൾ വിമർശനം ഉയർത്തിയിട്ടുണ്ട്, ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. നമുക്കിപ്പോ പ്രാക്ടിക്കൽ എന്നതിനേക്കാൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രകടന പത്രികയാണ് ജനങ്ങളുടെ മുമ്പാകെ വെക്കുക. ആ പ്രകടന പത്രികയിൽ എന്ത് പറയുന്നു എന്നതാണ് ചർച്ചാ വിഷയം. അതാണ് ചോദിക്കുന്നത്. അതിന് രാഹുൽ ഗാന്ധി മറുപടി പറയുമോ? അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കളോട് ഈ ആദ്യഘട്ടത്തിൽ ചോദിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഈ CAയുടെ പേരിൽ ഏറ്റവും കൂടുതൽ കേസെടുത്ത ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ UAPA കേസ് രജിസ്റ്റർ ചെയ്യുന്നത് CPM ഈ സംസ്ഥാനം ഭരിക്കുമ്പോഴാണ്. പിന്നീട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 145 UAPA കേസുകൾ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നതിന് രസമുണ്ടാകുമായിരുന്നു. ഈ രാഹുൽ ഗാന്ധി വാ തുറന്ന ഒരു അക്ഷരമെങ്കിലും CAA കുറിച്ച് പറഞ്ഞിട്ടാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധി ഒന്നും പറയുന്നില്ല. രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയുമോ? ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഒന്ന്, പിന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഒന്ന്. അതിനേക്കാൾ ഏറ്റവും മികച്ചത് തന്നെയാണ്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അത് ഈ രാജ്യത്തിന് വളരെ ബോധ്യമുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ഒന്ന് പ്രസംഗിക്കുകയും മറ്റൊന്ന് നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകളല്ല പിണറായി വിജയനെ പോലെ. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ സോയ ജോസഫ്. ഞാൻ തിരിച്ചു വരാം. ഞാൻ ഡോക്ടർ KP പ്രേംകുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ KP പ്രേംകുമാർ, ഇപ്പോൾ സോയ ജോസഫിനോട് ഞാൻ 10 മിനിറ്റ് നേരം ആവർത്തിച്ച് പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോഴൊക്കെ ഡോക്ടർ സോയ ജോസഫിന് പറയാനുള്ളത് നീറുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. കോഴിക്കോട് കടപ്പുറത്ത് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഈ പ്രകടന പത്രികയിൽ ഉണ്ട്, കണ്ടില്ലേ? 8-ാം പേജിൽ 22-ാം പേജിലൊക്കെ അത് സൂക്ഷ്മമായി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. പിണറായി പറഞ്ഞതിന് പറയുന്ന സത്യവിരുദ്ധ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒന്നും ഇല്ല. ഇവിടെ പ്രാക്ടിക്കലായി നടക്കുന്നത് വേറെ കാര്യങ്ങളാണല്ലോ. ജനങ്ങൾക്കറിയാം കോൺഗ്രസിനെ എന്നാണ്. ഇത് മതിയോ? ഒന്നാമത് സോയ ജോസഫ് നല്ലൊരു പ്രാസംഗികയാണ്, സംശയമൊന്നുമില്ല. അവരേറ്റവും കൂടുതൽ സമയം പിണറായി വിജയന്റെ കഴിവുകേടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിവിടെ തർക്ക വിഷയമല്ല. വേണമെങ്കിൽ വാദത്തിന് അംഗീകരിക്കുകയും ചെയ്യാം. ആയിക്കോട്ടെ, അദ്ദേഹം മഹാമോശമാണ്. അദ്ദേഹം പറയുന്നതിന് ഉറപ്പില്ല, പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ബന്ധമില്ല. വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ ഇതല്ല പ്രശ്നമേ. കോഴിക്കോട് കടപ്പുറത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് സോയ ജോസഫ് പറയുന്നു. ഞാൻ ആ പ്രശ്നം കേട്ടിട്ടില്ല, ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. മറ്റൊരു പ്രശ്നം ഞാൻ കേട്ടിട്ടുണ്ട്. 4 ദിവസം മുമ്പ് ആസാമിലെ നിങ്ങളുടെ ഗൗരവ് ഗൊഗോയ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജോർഹാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ അരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ് മത്സരിക്കുന്നിടത്ത് പ്രിയങ്ക ഗാന്ധിയാണ് വലിയൊരു ഇലക്ഷൻ റോഡ് ഷോ അഡ്രസ് ചെയ്ത് സംസാരിച്ചത്. അവിടെ വെച്ച് പ്രിയങ്ക ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വന്ധ്യപിതാവും നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1985 സൈൻ ചെയ്ത ആസാം അക്കോർഡിന് വിരുദ്ധമാണ് CAA. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്നുള്ളത് ആസാം അക്കോർഡിന് വിരുദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആസാമിലെ ജനങ്ങളെ, നിങ്ങൾ BJPയുടെ ചതിക്കുഴിയിൽ വീഴരുത്. CAA നടപ്പിൽ വന്നാൽ ആസാം അക്കോർഡ് ഇൻ ഇഫക്റ്റ് ക്യാൻസൽ ചെയ്യപ്പെടും എന്ന് പ്രിയങ്ക ഗാന്ധി ആസാമിലെ ആളുകളോട് പറയുന്നുണ്ട്. പക്ഷെ പ്രിയങ്ക ഗാന്ധി കയ്യിൽ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ CAA പറ്റി പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പറയുന്നുണ്ട് എന്നാണ് സോയ ജോസഫ് പറയുന്നത്. 2 കാര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് സോയ ജോസഫ് പറയുന്നത്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഒരിടത്ത് ഭരണഘടനാ വിരുദ്ധമായ എല്ലാ നിയമങ്ങളും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്യാൻസൽ ചെയ്യുന്നുള്ളത്. ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. അതായത് ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു ആക്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സുപ്രീം കോടതി പോയാൽ മതി. സുപ്രീം കോടതി അത് ക്യാൻസൽ ചെയ്തോളൂ. കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിക്ക് എതിരെ, ഭരണഘടനയുടെ പ്രിൻസിപ്പിൾസിനെതിരെ, അതിന്റെ എസെൻസിനെതിരെയുള്ള നിയമങ്ങൾ ആണ് സർക്കാരുകൾ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിട്ട് റിപ്പീൽ ചെയ്യേണ്ടത്. അതിൽ പെട്ട ഒന്നാണ് CAA. CAA പരാമർശിക്കുന്നുണ്ട്, ക്യാൻസൽ ചെയ്യും, റിപ്പീൽ ചെയ്യും എന്ന് കോൺഗ്രസ് പറയുന്നു എന്നുള്ളതിന് സോയ ജോസഫ് ഇവിടെ പിന്നെ ഉദാഹരിക്കുന്ന 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിലീജിയസ് മൈനോറിറ്റീസിനെതിരെയുള്ള നിയമങ്ങൾ ക്യാൻസൽ ആക്കുമെന്നാണ്. CAA എന്നുള്ളത് റിലീജിയസ് മൈനോറിറ്റീസിന് എതിരെയുള്ള നിയമം അല്ല. എന്താണെന്നറിയോ?
മറ്റു പല റിലീജിയസ് മൈനോറിറ്റീസിനും അതുകൊണ്ട് ഉപകാരമാണെന്നാണ് അവർ പറയുന്നത്. ക്രിസ്ത്യൻ, പാസി, സിഖ്, ജെയിൻ ഇവർക്കൊക്കെ ഉപകാരമാണെന്ന പോലെയാണ് അത് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എക്സംഷൻ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ ജനറൽ ആയിട്ട് പറയുന്ന റിലീജിയസ് മൈനോറിറ്റീസ് എന്നുള്ള ഹെഡിന്റെ കീഴെ CAA എന്നുള്ളത് വരില്ല. അത് മാത്രമല്ല സോയ ജോസ്, നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം, വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ വാദം ശരിയാവുമായിരുന്നു. നിങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ നിയമങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ. നിങ്ങൾ ഈ കോട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിന് മുന്നേ കുറെ നിയമങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഓരോ ആക്ടിലും അതൊന്നും ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ടല്ല, ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ട് ഇപ്പൊ നിലനിൽക്കുന്ന നിയമങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താ ചെയ്യാന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 6-7 നിയമങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറയുന്നു കോൺഗ്രസ്. SC/ST ആക്ട് എൻഫോഴ്സ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. മാനുവൽ സ്കാവെഞ്ചിങ് ആക്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പെസ ആക്ട്, പഞ്ചായത്ത് ആൻഡ് ഷെഡ്യൂൾഡ് ആക്ട് എന്ന് പറഞ്ഞ സാധനം എൻഫോഴ്സ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ പുതിയ കാലത്തെ എന്താ പറയുക, പുതിയ പൊളിറ്റിക്സിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അത് എൻഫോഴ്സ് ചെയ്യുന്നു പറയുന്നുണ്ട്. MWPSC ആക്ട് ഉണ്ടല്ലോ, അതായത് സീനിയർ സിറ്റിസൺസ് പാരന്റ്സ് ആക്ട്, അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് അമെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ ആക്ടുകളൊന്നും തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ ഇത്ര ഭീകരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ആക്ടുകളല്ല. അതെല്ലാം ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടെന്നിരിക്കെ CAA മാത്രം ഇല്ലാതിരിക്കുക എന്നുള്ളതിൽ അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്, ഒരു പത്രത്തിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡൽഹി കറസ്പോണ്ടന്റ് ആയിട്ടുള്ള മലയാളിയായിട്ടുള്ള പ്രീത നായരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സോഴ്സസിൽ നിന്നാണ് അറിഞ്ഞത് എന്നാണ്. നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, പത്രവാർത്തയാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ തോന്നുന്നത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ കോൺഗ്രസ് പോലുള്ള ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി CAAക്കെതിരെ നിലപാടെടുക്കുന്നു എന്ന് ഭാവിക്കുന്ന ഒരു പാർട്ടി, സോയ പറയുന്ന പോലെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് രാഹുൽ ഗാന്ധിയും ആസാമിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയും ഓൾമോസ്റ്റ് സിമിലർ ആയ സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് സോയയെ പോലുള്ള ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ CAAക്കെതിരെയുള്ള പരിപാടികളിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു പാർട്ടി CAA എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണെന്നും ഒരു മോഡേൺ സൊസൈറ്റിക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നും ബോധ്യമുള്ള ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ CAA എന്ന് മെൻഷൻ ചെയ്യാതിരിക്കുന്നത്, സ്പെസിഫിക് ആയിട്ടും പ്രധാനമായിട്ടും പറയാതിരിക്കുന്നതിൽ ഒരു വലിയ തട്ടിപ്പുണ്ട്. അത് നിങ്ങൾ എത്ര പിണറായി വിജയനെ കുറ്റം പറഞ്ഞാലും, എത്ര CPMനെ കുറ്റം പറഞ്ഞാലും, ഈ ഒഴിവ്, ഈ വിട്ടുപോയത് ബോധപൂർവമായി ഇത് ഡിലീറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അത് എന്തുപോലെയാണെന്നറിയോ? മറ്റൊരു സിമിലറായ ഉദാഹരണം നോക്കൂ നിങ്ങൾ. എന്തിനാണ് കൊടി ഉപയോഗിക്കുന്നത്? ബലൂൺ കെട്ടിയാൽ പോരെ? ആദ്യത്തെ ദിവസം അന്നെന്താ VD സതീശൻ, MMS ഒക്കെ പറഞ്ഞത്, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രമാണ് ഉപയോഗിക്കുന്നത് വയനാട്ടിൽ, അദ്ദേഹത്തിന്റെ മുഖം ആളുകളുടെ മനസ്സിൽ പതിപ്പിക്കാനാണ്. അപ്പൊ മറ്റിടങ്ങളിലൊന്നും മുഖം പതിപ്പിക്കാൻ പറ്റില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. വയനാട്ടിൽ ഒരിടത്ത് മാത്രം മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിക്കില്ല, അതിന് പകരമായിട്ട് കോൺഗ്രസിന്റെ കൊടി ഉപയോഗിക്കില്ല, വയനാട്ടിൽ മാത്രം എന്നാണ് ലീഗുകാരെ വിശ്വസിപ്പിച്ചിരുന്നത്. അടുത്ത ദിവസം നോക്കൂ നിങ്ങൾ, കണ്ണൂരിൽ UDFന്റെ പരിപാടി നടക്കുന്നിടത്ത് ലീഗിന്റെ പച്ചക്കൊടി വീശുന്നു, അയാള് ആരൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത് കാണുന്നു. ഇന്ന് വാർത്തകൾ വരുന്നു മലപ്പുറം ജില്ലയിൽ നോക്കണം നിങ്ങൾ, മലപ്പുറം ജില്ലയിൽ പച്ചക്കൊടി വീശിയെടുത്ത് KSUവിന്റെയും MSFന്റെയും പ്രവർത്തകർ തമ്മിൽ തല്ല് നടക്കുന്നു. പച്ചക്കൊടി ഉപയോഗിച്ചാൽ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ് സംഘപരിവാർ പ്രചരണം നടത്തുമെന്നുണ്ടെങ്കിൽ, അതിനെ നേരിടാൻ കെൽപ്പില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരം ഇഷ്യൂസ് അഡ്രസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് പ്രശ്നം. പിണറായി വിജയൻ നല്ല ആളാണോ മോശക്കാരൻ ആണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾക്ക് ബോധ്യമുള്ള പൊളിറ്റിക്സ് ആണെങ്കിൽ അത് പറയേണ്ട സമയമാണല്ലോ ഇലക്ഷൻ, അത് എഴുതി വെക്കേണ്ട സാധനമാണല്ലോ ഇലക്ഷൻ മാനിഫെസ്റ്റോ. മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോയിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന, ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്ത ഒരു നിയമം അതിനെപ്പറ്റി മാത്രം മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് വളരെ കുറ്റകരമാണ്. നിങ്ങളുടെ സത്യസന്ധത ഇല്ലായ്മയാണ് കോൺഗ്രസ് ഇക്കാലം അത്രയും പുലർത്തി പോന്നിട്ടുള്ള ആത്മഹത്യാപരമായിട്ടുള്ള മൃദു ഹിന്ദുത്വ നിലപാടാണ്
അത് ശരിയാണെന്ന് കാണിക്കുന്ന ഇഷ്ടംപോലെ സാഹചര്യ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്ത കൂടി പ്രസക്തമാവുന്നത്. അല്ലാതെ ദേശാഭിമാനിയിൽ വന്ന വാർത്തയോ പിണറായി വിജയൻ ഉണ്ടാക്കിയ പ്രസ്താവനയോ കൈരളിയിൽ വന്ന വാർത്തയോ അല്ല. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ ഇത് ശരിയാണ് എന്ന് തന്നെ തോന്നുന്നു. കാരണം ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വം മലയാളിയായിട്ട് ഡോക്ടർ ശശി തരൂരാണ്. CAA നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു CAA റിപ്പീൽ ചെയ്യണം, ഞങ്ങൾ ഇതിനെതിരെ കോടതിയിൽ പോകുമെന്ന്. അദ്ദേഹം കൂടി ഉൾപ്പെട്ടുകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഒരു ഡ്രാഫ്റ്റിനകത്ത് ഇത് ഉണ്ടായിരുന്നിരിക്കണം. ആദ്യം അത് ഡിലീറ്റ് ചെയ്തതാവാനേ വഴിയുള്ളൂ. അതാണ് നിങ്ങളുടെ പ്രകടന പത്രിക വായിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യം. നിങ്ങൾ എത്രത്തോളം പിണറായി വിജയനെ പഴിച്ചാലും ഈ ഫാക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇത് കേരളത്തിലും ഇന്ത്യയിലുമുള്ള മുസ്ലിം മതവിശ്വാസികളോടും സാധാരണ ജനാധിപത്യ വിശ്വാസികളോടും നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. ചർച്ചകളിൽ വന്നിട്ട് നമുക്ക് പറഞ്ഞു രക്ഷപ്പെട്ടു പോവുകയൊക്കെ ചെയ്തേക്കാം. ശരി, ഡോക്ടർ സമ്പത്ത്, രാഹുൽ ഗാന്ധി ഇതിനകത്ത് മറുപടി പറയണം എന്നാണ് മുഖ്യമന്ത്രി വീണ്ടും ആവശ്യപ്പെടുന്നത്, ഇന്നും ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങൾക്ക് ഉള്ളിൽ കഴിയുന്നിടത്തോളം കേരളത്തിൽ ഇത് എങ്ങനെ പറയാതെ മുന്നോട്ട് കടന്നു പോകാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അതോ ഇത് ബോധപൂർവം തന്നെയാണ് CAA എന്നുള്ള ഒരു പദം പ്രകടന പത്രികയിൽ ഇല്ലാതെ പോയത് എന്ന് ഇന്ന് ഏറ്റവും ഒടുവിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്ത കൂടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ടോ? ബോധപൂർവം ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു വാക്കാണ് പൗരത്വ ഭേദഗതി നിയമം CAA എന്നുള്ളത് എന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഡോക്ടർ ലാലെ, ഈ പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 2-ലെ അനുച്ഛേദം ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശിക്കുന്ന അനുച്ഛേദങ്ങളിലൊന്നും തന്നെ ജാതി, മതം, വർണ്ണം, ലിംഗം, പ്രദേശം, സാമൂഹികമോ സാമ്പത്തികവുമായിട്ടുള്ള ഈ മേലേത്തട്ട്, താഴേത്തട്ട് അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങൾ ഇതൊന്നും അവിടെ വിഷയമല്ല. അപ്പോൾ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിലെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള നിയമത്തിൻ്റെ ഭേദഗതി എന്നുള്ളത്, സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ ഭേദഗതി 2019 മെയ് മാസത്തിലാണ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2019 ഡിസംബർ ആകുമ്പോഴേക്കും ഇവർ ഈ പൗരത്വ നിയമത്തിലെ ഭേദഗതി കൊണ്ടുവരികയാണ്. ശരിയല്ലേ? അതിനെ തുടർന്ന് എന്തായി? കേരളത്തിലാണ് ആദ്യമായി ഇതിനെതിരായ പ്രതിഷേധ ശബ്ദം ഉയരുന്നത്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ പറയുന്നു. CPIMൻ്റെ അഭിപ്രായം എന്നുള്ള നിലയിലേക്ക് സഖാവ് സീതാറാം യെച്ചൂരി ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. രാജ്യത്തെമ്പാടും CPIMൻ്റെയും മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ തന്നെ അത്തരത്തിൽ അതിൻ്റെ മുമ്പിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും വിവിധ സംഘടനകളിൽപ്പെട്ടവരും മതമേലധ്യക്ഷന്മാരും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലുള്ളവരും വിവിധ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ അങ്ങനെ പ്രതിഷേധത്തിൻ്റെ കണ്ണികളായി അവിടെ അതിൽ പങ്കെടുത്തു, അതിൽ പ്രസംഗിക്കുകയും ചെയ്തു. കേരള നിയമസഭ ഇന്ത്യയിൽ ആദ്യമായി ഇതിനെതിരായി പ്രമേയം പാസ്സാക്കിയ നിയമസഭയാണ്. ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പാകെ 26, അതിലിപ്പോൾ ഒരു ഹർജി കൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 26 കേസുകൾ ഉണ്ടായിരുന്നതിൽ ആദ്യത്തെ അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ തന്നെ ഹർജി, വൺ ഓഫ് ദ പെറ്റീഷണേഴ്സ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പെറ്റീഷണറായി വരുന്നത് കേരള സർക്കാരാണ്. BJP ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ആദ്യമായി ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തെഴുതുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഈ സമരം ഇത്തരം ഒന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അന്നത്തെ KPCC പ്രസിഡന്റ്, ഞാനിപ്പോൾ താങ്കളുടെ ഈ ചോദ്യത്തിൽ ഇപ്പോൾ CAA എന്നൊരു വാക്ക്, ഒരു പദം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ വെപ്രാളത്തിലാണ്. അത് സ്വാഭാവികമാണ് അവരുടെ ഒരു വെപ്രാളം എന്നുള്ളത്. ആ വെപ്രാളത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഇന്നത്തെ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഞങ്ങൾക്ക് അങ്ങനെ എഴുതാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞത്. മറ്റൊരു നേതാവ് പറയുകയുണ്ട്, ഇത് ഡൽഹിയിലാണ് ഇതെല്ലാം എഴുതിയത്, അപ്പോൾ ഞങ്ങളെ ഈ കാര്യത്തിൽ പിടിക്കരുത്, ഞങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദികളെല്ലാം കേന്ദ്രത്തിൽ അവിടെ ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിൽ തീരുമാനിച്ചതാണെന്ന് പറയുന്നു.
അന്നത്തെ KPCC അധ്യക്ഷൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇവിടെ ഈ സമരവുമായി മുന്നോട്ട് മറ്റു പാർട്ടികൾ LDFുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കുന്നതെന്ന് അവരെ വിടുതൽ ചെയ്ത് കൊണ്ടുപോയത്, അവരെ പിന്മാറ്റി കൊണ്ടുപോയത് എന്തിനാണ്? അപ്പോൾ അങ്ങനെ പിന്മാറ്റി കൊണ്ടുപോയെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശവും മറവും സമ്മതത്തോടും കൂടിയാണോ? അതും കോൺഗ്രസ് പറയേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ CAA എന്നൊരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് കോൺഗ്രസ് പറയുന്നു എങ്കിൽ ഇവിടെ മറ്റു ചില നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ എന്താണ്? ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രം ഇന്ത്യയാണെന്നാണ് അല്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രം ഇന്ത്യയാണെന്ന് പറയുമ്പോൾ ഇനി വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പറയും അത് ഞങ്ങളുടെ നേട്ടമാണ്. ഏത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്പർ 1 ഇന്ത്യ മാറി എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞുകൂടാതെ ഇല്ല. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൗരന്മാരുള്ള രാഷ്ട്രം എന്നത് ഇന്ത്യയാണ്. ആ പൗരത്വവുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനാ വിരുദ്ധമായ ഈ നിലപാട് ഇത്തരത്തിൽ. അത് RSSൻ്റെ അജണ്ടയാണ്. RSSൻ്റെ അജണ്ട എന്നത് ഒരു മതരാഷ്ട്രത്തിൻ്റെ രൂപീകരണമാണ്. ആ മതരാഷ്ട്രത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ RSS നിയന്ത്രിക്കുന്ന ഈ രാഷ്ട്രീയ സംഘടനയെ കൊണ്ട് ഈ ഒരു അജണ്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ചെറുക്കണം, അതിനെ പ്രതിരോധിക്കണം. ഇത് അപകടകരമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കണം. അത് രാഷ്ട്രീയമാണ്. ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുക, അത്തരം കാര്യങ്ങളെല്ലാം ലോക്സഭയിലും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ മാത്രം ചുമതലയാണ് എന്നും അത്തരം കാര്യങ്ങളിലൊന്നും നമ്മളാരും അഭിപ്രായം പറയേണ്ടതില്ല എന്നും അത് ജനങ്ങളൊന്നും ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പം ലോകത്തിലെ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനാധിപത്യ രാഷ്ട്രം, അത് മൾട്ടി പാർട്ടി ഡെമോക്രസി ആകട്ടെ, അല്ല 2 പാർട്ടികൾ മാത്രമുള്ള US എന്നുള്ളത്, മറ്റു പാർട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായും പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളെല്ലാം അതൊരു ബൈപോളറായിട്ടാണ്. അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ നമ്മൾ എവിടെ എടുത്തിരുന്നാലും ഏതെങ്കിലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു ഡെമോക്രാറ്റിക് നാഷനിൽ പൗരത്വത്തെ മതവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് US-ൻ്റേതായിട്ടുള്ള അവരുടെ ആശങ്ക അവർ അറിയിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ ഈ ഉത്കണ്ഠ അറിയിക്കുകയുണ്ടായി. മറ്റു പല രാഷ്ട്രങ്ങളും ഇത്തരം കാര്യങ്ങൾ അവർ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള അവരുടെ ചാനൽസിൽ നടത്തുന്നതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള നമ്മുടെ ശ്രദ്ധയിലേക്കെല്ലാം വരണമെന്നൊന്നുമില്ല. അവരും ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ അവർ അറിയിച്ചിട്ടുണ്ട് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് അച്ചടിച്ച് പുറത്തു വന്ന പ്രസിദ്ധീകരിക്കപ്പെട്ട ആ പ്രകടന പത്രികയിൽ ഇല്ല എന്നുള്ളത്. കരട് പത്രികയിൽ ഉണ്ടായിരുന്നു എന്ന് ഒരു മാധ്യമം അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ വായിച്ചു, ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് വല്ലാതെ പൊള്ളുന്നതായ ഒരു ചോദ്യമായി മാറുന്നു. സഖാവ് പിണറായി വിജയനെ ഭത്സിക്കുന്നു. അദ്ദേഹം ഇക്കാര്യം ചോദിക്കാൻ ആര് എന്നുള്ള നിലയിലേക്ക് വെച്ചു. അദ്ദേഹം എന്നുള്ളത് മാത്രമല്ല, ഓരോ ഇന്ത്യൻ പൗരനും ഇത് ചോദിക്കാനുള്ള അധികാരമുണ്ട്. CPIM-ൻ്റെ പ്രകടന പത്രികയെ സംബന്ധിച്ച് CPIM-ൽ അംഗങ്ങൾക്ക് മാത്രമാണോ ചോദ്യം ചോദിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ളത്? അല്ല, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണോ അതിന് അധികാരവും അവകാശവും ഉള്ളത്? അല്ലല്ലോ. നമ്മുടെ ഒരു രാഷ്ട്രത്തിൻ്റെ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയാണ്. അവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രം, ഇന്ത്യ, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല, മറ്റു രാഷ്ട്രങ്ങളുമായി ഇൻക്ലൂഡിങ് ഞാൻ ഈ പറയുന്നതിൽ പലസ്തീനുമായിട്ടുള്ള ബന്ധമടക്കം, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചടക്കം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ അന്തർദേശീയ ഈ ബന്ധങ്ങളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ അവിടെ പറയുമല്ലോ. രാജ്യത്തെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പറയുമല്ലോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്ത ഈ ഇരുതല മൂർച്ചയുള്ള വാളായി മാറി. എന്തേ? അവരുടെ തന്നെ നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് BJP നേതാവായി. അദ്ദേഹം അഴിമതി ആരോപണം നേരിട്ടതിനെ തുടർന്ന് നേരെ അപ്പുറത്തേക്ക് പോയി. എങ്ങനെയാണ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കടക്കം കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം. അതിനെ സംബന്ധിച്ചൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം ഇന്ന് ആസാമിൽ ഈ CAA-യുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ മറ്റൊരു പതിപ്പ് അവിടെ വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആസാം അക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് എന്തിനാണ് നമ്മൾ അരുനിന്ന് കൊടുക്കുന്നത് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഇത് വന്നാൽ, പിന്നെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, മൃദു ഹിന്ദുത്വ സമീപനം എന്നുള്ളത് മധ്യപ്രദേശിൽ ഇപ്പോൾ ഭരണത്തിലല്ലെങ്കിൽ പോലും, ഇപ്പോൾ ഭരണത്തിലുള്ള തെലങ്കാനയിൽ, ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള ഭരണത്തിലുള്ള കർണാടകയിൽ ഒക്കെ
ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ മതവുമായി കൂട്ടിച്ചാലിക്കുന്ന നിലയിലേക്ക് കൂട്ടിക്കുഴയ്ക്കുന്ന നിലയിലേക്ക് വന്നപ്പോൾ എടുത്ത ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ മതനിരപേക്ഷ നിലപാടുകളും കോൺഗ്രസ് തന്നെ ഒരു കാലത്ത് ഉയർത്തിപ്പിടിച്ച ആ മതനിരപേക്ഷ നിലപാടുകൾക്കും വിരുദ്ധമാണ് എന്ന് പറയാതെ. ശരി, ഡോക്ടർ സോയ ജോസഫ്, അപ്പോൾ ഇത് മൃദു ഹിന്ദുത്വ നിലപാടായിട്ട് മാത്രമേ കോൺഗ്രസിന്റെ ഈ നിലപാടിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലെ അസ്വാഭാവികത എന്ന് ആളുകൾക്ക് തോന്നുന്നതിന് കാരണങ്ങളായി ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലായത്, കൊടിയില്ലാത്ത കോൺഗ്രസ് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. പ്രകടന പത്രികയിൽ മറ്റ് നിയമങ്ങളെയൊക്കെ വിശദീകരിക്കുമ്പോഴും CAA എന്ന പദം അവിടെയില്ല. ഈ വടക്കേ ഇന്ത്യയിലെ വോട്ടുകൾ ഉദ്ദേശിച്ചുകൊണ്ട്, ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഇവിടെ കൊടി പോലും ഉപേക്ഷിക്കുന്നു, സഹകക്ഷിയുടെ കൊടി ഉയർത്താൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിൽ സംഘർഷങ്ങളുണ്ടാകുന്നു. അവിടെയാണ് ഈ പ്രക്ഷോഭത്തിൽ യോജിച്ച് സംസ്ഥാന സർക്കാരിനോടൊപ്പം പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് MP-മാരെ വിലക്കിയത് ആര് എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ രാഹുൽ ഗാന്ധി ഇങ്ങനെ മറുപടി പറയാതെ കടപ്പുറത്ത് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയാൽ മതിയോ? ഡോക്ടർ ലാൽ, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ മുൻപ് രണ്ടുപേർ സംസാരിച്ചു, താങ്കൾ ഒരിക്കൽ പോലും അതിൽ ഇടപെട്ടില്ല. താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യം, സോയോട് 10 മിനിറ്റ് ഞാൻ നിരന്തരം ചോദിച്ചിട്ടും അവർക്ക് അതിനൊരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഞാൻ ആ 10 മിനിറ്റ് സംസാരിച്ചതിൽ 8 തവണയാണ് താങ്കൾ എന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം ഇടപെട്ടുകൊണ്ട് ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കാതിരിക്കാനുള്ള ശ്രമമാണെങ്കിൽ അതല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഇടപെട്ടത്. മറ്റവരൊക്കെ എന്റെ ചോദ്യത്തിനാണ് ഉത്തരം തന്നത്. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. പറയൂ, ശേഷം നിങ്ങൾക്ക് ഇടപെടാം. പറയൂ. എന്റെ ചോദ്യം താങ്കൾ കേട്ടോ? എന്റെ ചോദ്യം താങ്കൾ കേട്ടോ? ചോദ്യം ഞാൻ കേട്ടു. എന്തായിരുന്നു എന്റെ ചോദ്യം? താങ്കൾക്ക് അത് അറിയാമെങ്കിൽ പറയൂ. ചോദ്യങ്ങൾ പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങൾ ഈ കോൺഗ്രസ്സുകാർക്ക് വെപ്രാളമാണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഒരു വെപ്രാളവും ഇല്ല. ഇല്ല, അതൊന്നും എന്റെ ചോദ്യമല്ല. എന്റെ ചോദ്യം അതല്ല. അത് താങ്കൾക്ക് മറുപടി പറയാം. ആ കമന്റിന് താങ്കൾക്ക് മറുപടി പറയാം. പക്ഷെ എന്റെ ചോദ്യം താങ്കൾ കേൾക്കൂ. എന്റെ ചോദ്യം താങ്കൾ കേൾക്കൂ. നിഷേധിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, എന്റെ ചോദ്യം താങ്കൾ കേൾക്കൂ. എന്റെ ചോദ്യം താങ്കൾ കേൾക്കൂ. ഒരു മിനിറ്റ്. എന്റെ ചോദ്യം താങ്കൾ കേൾക്കൂ. ഡോക്ടർ സോയ ജോസഫ്, എന്റെ ചോദ്യം താങ്കൾ കേൾക്കൂ. താങ്കൾക്ക് പ്രത്യേക നിർദ്ദേശമോ താങ്കളുടെ ആരാധകരോ ഒക്കെ ആ രീതിയിൽ വെപ്രാളപ്പെടുത്തുന്നുണ്ടാകും, എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം താങ്കൾ കേൾക്കൂ. ഞാൻ വളരെ സഹിഷ്ണുതയോടുകൂടിയാണ് ഇത്ര നേരം സംസാരിച്ച ആളുകൾ പറഞ്ഞതൊക്കെ കേട്ടത്. അതെ, അപ്പൊ എന്റെ ചോദ്യം കൂടി കേൾക്കൂ. എന്റെ ചോദ്യത്തിൽ ഇത്ര മാത്രമാണ്. കോൺഗ്രസ് അസ്വാഭാവികമായി ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് മൃദു ഹിന്ദുത്വ നിലപാടാണോ? ഈ കേരളത്തിലെ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ ഒരുമിച്ച് പോലും പോരാടണ്ട എന്ന് പറഞ്ഞതിൽ നിന്ന് വിലക്കിയത് ആരാണ്? ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ടല്ലോ, അക്കാര്യത്തിൽ ഉത്തരം ഉണ്ടാകുമോ? ശരി, പറയും. മറുപടി പറയാനുള്ള ഒരു അവസരം നൽകണം. ഞാൻ ഈ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് CAA കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, CAA മാത്രം അജണ്ടയായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ CAA ഈ പറഞ്ഞതുപോലെ, ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ, പ്രേംകുമാർ മാഷ് പറഞ്ഞതുപോലെ, ഞാൻ ഒരിക്കലും അത് നീറുന്ന പ്രശ്നമല്ല എന്നോ വളരെ ഗൗരവകരമായി കാണേണ്ട പ്രശ്നമാണെന്ന് തന്നെ കോൺഗ്രസ് എല്ലാ കാലത്തും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് അതിന്റെ തുടക്കം മുതൽ തന്നെ അത്തരം സമരങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉൾപ്പെടെ അതിനെതിരെ സംസാരിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്തെ മനുഷ്യർക്ക് സംശയമില്ല. കാരണം അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിപക്ഷ നേതാവ് അയച്ചു കൊടുത്തിട്ട് പോലും വീണ്ടും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അദ്ദേഹം എത്രത്തോളം ഈ കാര്യങ്ങൾ പിന്നെ അഡാപ്റ്റ് ചെയ്യാനും അദ്ദേഹം ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറാണ് എന്നുള്ള ചോദ്യം അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ CAA-യുമായി കോൺഗ്രസിന് നിലപാടില്ല. ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾക്ക് 8 സംസ്ഥാനങ്ങളിൽ നിന്നായി 18ഓളം കേസുകൾ CAA-യുടെ പേരിലുണ്ട്. പൗരത്വ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ. ഈ പിണറായി വിജയന് എത്ര കേസുണ്ട് എന്നൊന്ന് പറഞ്ഞു വെക്കണം. പിണറായി വിജയൻ ഏതൊക്കെ സമരത്തിൽ പങ്കെടുത്ത് എത്രത്തോളം കേസുണ്ട് എന്ന് പറഞ്ഞു വെക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങളിപ്പോ പറയും പണ്ട് കലാപം അല്ലെങ്കിൽ കലാപപരമായിട്ടുള്ള പിന്നെ പ്രതിഷേധം നടത്തിയപ്പോഴാണ് ഞങ്ങൾ കേസെടുത്തത് എന്നൊക്കെ ക്യാപ്സൂളുകൾ ഇപ്പോ
CPM ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വീണ്ടും ഈ റമദാൻ നോമ്പിന്റെ സമയത്ത് പിന്നെ ഒരു സമരം, ഈ പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടത്തുകയും തൃശൂർ കോർപ്പറേഷന് മുൻപിൽ ഞാൻ അതിന് മുൻപിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവിടുന്ന് ACP വന്നിട്ട് പറയാണ് ഇത് ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് 2 ആഴ്ച മുൻപാണ് അത് പറഞ്ഞത്. വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഞാൻ തരാൻ തയ്യാറാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് അതിനെപ്പറ്റി ആരും മിണ്ടരുത്. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ആള് പ്രേമാഷ് സംസാരിച്ചു, പിണറായി വിജയൻ മഹാമോശക്കാരനാണ്, ഞങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചേക്കാം. അങ്ങനെ വാദത്തിന് വേണ്ടി സമ്മതിക്കണ്ട, അങ്ങനെ വാദത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും സമ്മതിച്ചു വെക്കണ്ട. പിണറായി വിജയന്റെ നിലപാട് എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. 845 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഫൈൻ അടച്ചതിന്റെ റെസീപ്റ്റ് നിങ്ങൾക്ക് മുൻപിൽ തെളിവുകളായി. ഡോക്ടർ സോയ ജോസഫ്, അത് പിണറായി വിജയൻ മറുപടി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അക്കാര്യത്തിൽ കേസുകളുടെ എണ്ണമൊക്കെ താങ്കൾ ഇപ്പോൾ പറയുന്നതൊന്നും നിലവിലില്ലാത്ത കേസുകളാണ്. ഇനിയിപ്പോ നിലവിലുള്ള ആളുകൾക്ക് ആ കേസിൽ നിന്ന് മാറി പോകേണ്ടതുണ്ടെങ്കിൽ അവർ എടുക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്, അത് പൂർത്തിയാക്കേണ്ടതാണ്. അതാണ് താങ്കൾ ആ കാര്യം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഫൈൻ അടപ്പിക്കുമ്പോ പിന്നെ നിലപാടില്ലായിരുന്നോ? ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു 2 ആഴ്ച മുൻപത്തെ സംഭവത്തിൽ വീണ്ടും കേസെടുത്തിട്ടുണ്ട്. 2 ആഴ്ച പറഞ്ഞ ഈ സംഭവത്തിനുള്ളിൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുൻപ്. അല്ല, അത് എന്തിനാണ് കേസെടുത്തത് എന്നുള്ളത് പരിശോധിച്ച് നിങ്ങൾക്ക് തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. രാഹുൽ ഗാന്ധി കേരളത്തിലെ MP-മാരെ തടഞ്ഞോ? ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മുടക്കാൻ അദ്ദേഹം എന്തെങ്കിലും ഇടപെട്ടോ? ഉത്തരം വേണ്ടേ? അപ്പൊ ശ്രീ ശശി തരൂർ പാർലമെന്റിൽ ഇതിൽ സംസാരിച്ചത് ഈ CAA അനുകൂലിച്ചായിരുന്നോ? അതെ. അപ്പൊ ശശി തരൂര് സംസാരിച്ചിട്ടും അദ്ദേഹം ഈ പ്രകടന പത്രികയുടെ സമിതിയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രകടന പത്രിക പുറത്തിറങ്ങിയപ്പോ ശശി തരൂർ പറഞ്ഞതുപോലെ ഈ CAA എന്ന വാക്ക് പ്രകടന പത്രികയിൽ ഉണ്ടായില്ല? ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോഴും എന്താണ് ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനതയ്ക്ക് തൃപ്തികരമായ മറുപടിയാണോ എന്ന സംശയമുണ്ട്. ഇത് കോൺഗ്രസിന് മനസ്സിലാകാത്തതാണോ അതോ അതിലും ഒരു അസ്വാഭാവികതയുണ്ടോ? ഡോക്ടർ ലാൽ, അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ചർച്ചകൾ എങ്ങനെയാവണം എന്നതിനെ ചെറിയൊരു ധാരണ ഉള്ളതുകൊണ്ട് പറയാണ്. അതായത് നിങ്ങൾ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് എന്നോടായിരുന്നാലും സോയ ജോസഫിനോടായിരുന്നാലും അദ്ദേഹത്തിന് ഉത്തരമില്ല എന്നാണെങ്കിൽ, എനിക്കാണെങ്കിലും സോയ ജോസഫിനാണെങ്കിലും സമ്പത്തിനാണെങ്കിലും, അല്ലെങ്കിൽ ഉത്തരങ്ങൾ കൺവിൻസിങ് അല്ല എന്നാണെങ്കിൽ എന്ന് തോന്നുമ്പോൾ അവതാരകൻ ഇങ്ങനെ നിരന്തരം ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളും ഇദ്ദേഹത്തിന്റെ കയ്യിൽ മറുപടി ഇല്ല എന്നുള്ളത്. ഏത് അവതാരകരായിരുന്നാലും ഉത്തരം കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവർ തടസ്സപ്പെടുത്താതിരിക്കുന്ന നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ആ കാര്യത്തിൽ ഞാൻ സോയ ജോസഫിനോട് യോജിക്കുന്നു. മറിച്ച് അവർ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ എത്ര സമയം വരെ കൊടുക്കാം? ഡോക്ടർ പ്രേംകുമാർ, ഞാൻ ഒന്ന് അങ്ങയിൽ നിന്നും കൂടി പഠിക്കാൻ ശ്രമിക്കുകയാണ്. എത്ര സമയം വരെ കൊടുക്കാം? സമയം കൊടുക്കുന്നതല്ല. അതായത് ഉത്തരം സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല എന്ന് തോന്നുമ്പം നമ്മൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഉത്തരമില്ല എന്നുള്ളത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ഇനി നോക്കൂ, ഇപ്പോഴും സോയ ജോസഫ് പറയുന്നത് വളരെ വളരെ സാങ്കേതികമായ കാര്യങ്ങളാണ്. ഇപ്പൊ അതായത് തന്നെ രാഹുൽ ഗാന്ധിയുടെ പേരിൽ CAA വിഷയത്തിൽ പ്രതിഷേധം നടത്തിയതിൽ കേസ് എടുത്തിട്ടുണ്ട്. സത്യമാണ്, കുറെയിടത്ത് കേസ് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം പോലും ക്യാൻസൽ ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ മോഡി ഗവൺമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏറ്റവും ശക്തമായി അതിനെതിരെ പ്രതിഷേധിച്ച നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ആലോചിക്കോളൂ. ആ പിണറായി വിജയനെ പറ്റിയിട്ടാണ് മെനഞ്ഞാന്ന് ഇതേ രാഹുൽ ഗാന്ധി വന്നിട്ട്, പിണറായി വിജയൻ എന്നുള്ളതല്ല, അതായത് രാഹുൽ ഗാന്ധി അടക്കം നേതൃത്വം കൊടുക്കേണ്ടുന്ന NDA വിരുദ്ധ മുന്നണിയിലെ, ഇന്ത്യ മുന്നണിയിലെ 3 മുഖ്യമന്ത്രിമാരിൽ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ കൂടെ BJPക്ക് എതിരെ നിൽക്കുന്ന വലിയ മുന്നണിയിലെ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. എന്നിട്ട് ഈ രാഹുൽ ഗാന്ധി പറയാണ് എന്താണ് 3ാമത്തെ ആളെയും കൂടി അറസ്റ്റ് ചെയ്യാത്തതെന്ന്. എന്ത് വലിയൊരു നോൺസെൻസ് ആണ് അദ്ദേഹം ചോദിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
നിങ്ങൾ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ലാതാകുമ്പോൾ, പൊളിറ്റിക്കലായിട്ട് മറുപടി പറയാൻ ഇല്ലാതാകുമ്പോൾ ഇത്തരം തർക്കുത്തരങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സോയ ജോസഫ്, പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, ആളുകൾക്ക് അത് മനസ്സിലാവും. അതായത് എന്തുകൊണ്ടാണ് ഇലക്ട്രൽ മാനിഫെസ്റ്റോയിൽ CAA കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇത് തീരുമാനിക്കേണ്ടത് പിണറായി വിജയനാണോ, ഞങ്ങൾക്ക് സൗകര്യമില്ല, ഇങ്ങനെയൊക്കെ മറുപടി പറയുന്നത് ഏതോ കാലത്തെ രീതിയായിരുന്നു. കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് നിങ്ങൾ പറയുന്നു, ആ നിലപാട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കാണുന്നില്ല. ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി പറഞ്ഞാൽ മതി, അത് ഞങ്ങളുടെ നിലപാട് CAA-ക്കെതിരെ സോഫ്റ്റ് ആയ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ പ്രശ്നമില്ല. ഞങ്ങൾ CAA-ക്കെതിരാണെന്ന് പറയുകയും CAA-ക്കെതിരെ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ, സോയക്ക് അറിയാവുന്ന കാര്യമാണത്, DYFI ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും ശരി, പോലീസിൽ നിന്ന് പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ റോഡിലൂടെ മാർച്ച് നടത്തിയാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും 10 മിനിറ്റ് അനുവദിച്ചിട്ട് 1 മണിക്കൂർ സംസാരിച്ചാൽ പോലീസ് പെറ്റി കേസ് ചാർജ് ചെയ്യും. CAA-യുടെ കേസിൽ ഗവൺമെന്റ് അഷ്വർ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു 90-95% കേസുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഇനിയും കുറെ എണ്ണം കൂടി അതിന്റെ സാങ്കേതികത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. മാത്രമല്ല, പിണറായി വിജയനായിരുന്നാലും രാഹുൽ ഗാന്ധി ആരായിരുന്നാലും ഒരു സ്റ്റേറ്റ് ഹെഡ് ആയിരിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും അത് രണ്ടും തന്നെയാവുന്നേ. അതൊക്കെ വളരെ ക്ലിയർ ആയ കാര്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതേപോലെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ CPM നേതൃത്വം കൊടുക്കുന്ന LDF-ന്റെ ഒരു ഗവൺമെന്റിന് പറ്റില്ല. അത് ഞാനോ സോയോ പേഴ്സണലി ശരിയെന്ന് വിചാരിക്കുന്നത് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അധ്യാപകരാകുമ്പോൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് പോലുള്ളൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകരെ പോലും ഈ വിഷയത്തിൽ അഡ്രസ് ചെയ്യാനോ മറുപടി പറയാനോ പറ്റില്ല. കാരണം 2019 ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിവിടെ നടപ്പാക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞ, ആദ്യമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹമാണ് ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി. CAA എന്നുള്ളത് സെൻട്രൽ ലെജിസ്ലേഷൻ ആണെന്നും സെൻട്രൽ ലെജിസ്ലേഷൻ ഒരു സ്റ്റേറ്റിന് മാത്രം നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്നാണ് എല്ലാം പഠിച്ചു പറയുന്ന VD സതീശൻ പറയുന്നത്. പക്ഷെ നമുക്കറിയാം, നിലവിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അനുസരിച്ചിട്ട് NRC-യും NPR-ഉം റിവൈസ് ചെയ്താൽ മാത്രമേ CAA നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അത് സ്റ്റേറ്റിന്റെ പ്രൊറഗേറ്റീവ് ആണ്. കേരളത്തിലെ NPR പരിഷ്കരിക്കില്ല എന്ന് ജിയോ ഇറക്കിയിട്ടുണ്ട് ഇതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ക്യാബിനറ്റ് 2019. ഇതുവരെ അതിനെതിരെ ഒരു നോട്ടീസ് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുമ്പോൾ ഇതേ പിണറായി വിജയൻ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചതുകൊണ്ടോ അദ്ദേഹത്തിന് ശരിയില്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നല്ലോ. KC വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കുന്നത് ആ അർത്ഥത്തിൽ BJP-യെ സഹായിക്കുന്നതാണ്. കാരണം രാജസ്ഥാനിൽ നിന്ന് എലക്ട് ചെയ്യപ്പെടാൻ പോകുന്നത് BJP-യുടെ MP ആണ്. അദ്ദേഹം ഇവിടെ ജയിക്കുകയാണെങ്കിൽ, അന്ന് നിങ്ങൾ സിദ്ദിഖ് പറഞ്ഞൊരു തിയറി ഉണ്ടായിരുന്നല്ലോ, നിർമ്മല സീതാരാമൻ അത് രാജിവെച്ചിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കും, അപ്പൊ അവിടുന്ന് കോൺഗ്രസ് വരുമെന്നുള്ളൊരു കണക്ക്. ആ കണക്കിന് ഇപ്പോഴെന്താ പറ്റിയത്? നിർമ്മല സീതാരാമൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല. അതുപോലെ 1-2 ദിവസത്തേക്ക് കുറച്ച് മന്ദബുദ്ധികളായ ആളുകളെ, കുറച്ച് ആർഡന്റ് ആയിട്ടുള്ള വിശ്വാസികളെ വിശ്വസിപ്പിക്കാമെന്നല്ലാതെ ഇത് നിങ്ങൾ യെസ് ഓർ നോ പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആ അവസ്ഥയിലേക്ക് നിങ്ങളെ പുഷ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ, CPM-ന്റെ നേതാവിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം. അദ്ദേഹം അത് നിർവഹിക്കുക തന്നെ ചെയ്യും, ഏറ്റവും ശക്തമായ ഭാഷയിൽ തന്നെ ചെയ്യും. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഉത്തരവാദിത്തമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയാണ് വേണ്ടത്. ശരി, ഞാൻ ഡോക്ടർ സമ്പത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഡോക്ടർ സോയ ജോസഫിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. നേരത്തെ അത് ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് പകുതി മുറിഞ്ഞു പോയതുകൊണ്ടാണ്. ഡോക്ടർ സോയ ജോസഫ്, ഒരു മിനിറ്റ് എടുത്തോളൂ. ഞാനത് പറഞ്ഞ് പൂർത്തിയാക്കാമല്ലോ. 2 കാര്യങ്ങൾ കൊണ്ടാണ് പിണറായി വിജയൻ നിരന്തരം ഇത്തരം ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. ഒന്ന്, കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടരുത്. ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന്റെ വിഷയം ഉൾപ്പെടെ, അല്ലെങ്കിൽ മാസപ്പടി വിവാദം ഉൾപ്പെടെ, കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്. അതിനെവിടെയാണ് കുരുക്ക് വീഴ്ത്തേണ്ടത്? ഇതാണ് രാഷ്ട്രീയമായ ഉത്തരവാദിത്വം. നേരത്തെ പ്രേംമാഷ് പറഞ്ഞല്ലോ, രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. എന്ത് രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്? ഇത്തരം ചർച്ചകളിൽ നിന്ന് എങ്ങനെ വഴിതിരിച്ചു വിടാം? കാരണം ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് സബ്സിഡി സാധനങ്ങൾ കിട്ടാത്തത് ഉൾപ്പെടെ, മരുന്ന് ലഭിക്കാത്ത
കിട്ടാത്തത് ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള ദൂർത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ മനുഷ്യർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പൊ അത്തരം ചർച്ചകളിലേക്ക് കടന്നു വരരുത്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് എന്താ? ഞങ്ങളാണ് ഇതിന്റെയൊക്കെ സംരക്ഷകർ. ഞങ്ങളാണ് ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷകരായി നിൽക്കേണ്ട ആളുകൾ ഞങ്ങളാണ്. ഇതിന് കോൺഗ്രസിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ് മിണ്ടുന്നില്ല. എന്നാൽ ഈ പറയുന്നയാൾ നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ പോലും തയ്യാറല്ല. നരേന്ദ്രമോദിക്ക് സ്തുതി പാടാൻ യാതൊരുവിധ മടിയുമില്ല. അതിനുവേണ്ട മൃദു ഹിന്ദുത്വ സമീപനവുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ വളരെ കൃത്യമായി പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവുകൾ കൂടി എനിക്ക് പങ്കുവെക്കാനുണ്ട്. അപ്പൊ അത്തരത്തിൽ രണ്ടാമത് പറയുന്ന ഈ കാര്യം ഇത്തരം ചർച്ചകളിലേക്ക് അങ്ങനെ ഈ കുളം ഈ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പ്രകടന പത്രികയിൽ പോലും പറയാത്ത കുറെ കാര്യങ്ങളാണ് ഇപ്പോ ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞത്. ഞാൻ വരാം. ഡോക്ടർ സമ്പത്ത് ഇതിനുള്ള മറുപടി കൂടി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതിലെ ഡോക്ടർ ലാല്, ഈ കോൺഗ്രസ് ഇപ്പോഴും എന്റുപ്പാപ്പാക്കൊരു ആനയുണ്ടാർന്നു എന്നുള്ള ആ പഴയ കൃതിയെ അനുസ്മരിപ്പിക്കുന്നത് പോലെ ഞങ്ങളാണ് എല്ലാം, ഞങ്ങളിങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എങ്ങനെ. ഈ ഞാനെല്ലാം കുട്ടികളായിരുന്ന സമയത്ത് കേട്ട ഒരു വലതുപക്ഷ മുദ്രാവാക്യമുണ്ട്. എന്താണെന്നറിയോ ലാലേ? അത് ഇപ്പോൾ സോയ്ക്കത് ചിലപ്പോൾ ഓർമ്മ വരില്ല. തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, 12 അണയ്ക്ക് കിളപ്പിക്കും എന്നുള്ളതായിരുന്നു ആ ഒരു വലതുപക്ഷ മുദ്രാവാക്യം. അതിനെ അനുസ്മരിപ്പിക്കുന്ന നിലയിലാണ് ഇന്ന് പല കോൺഗ്രസ് നേതാക്കളും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു തർക്കവും പറയുന്നില്ല. പക്ഷേ ആ കാരണത്താൽ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ രാഷ്ട്രീയം പറയേണ്ടതില്ല എന്നും വി ഹാവ് ടു പ്ലേ എ സെക്കൻഡ് ഫിഡിൽ ടു കോൺഗ്രസ് എന്നുള്ള നിലയിലേക്കും കോൺഗ്രസ് തെറ്റിദ്ധരിച്ച് വശാകേണ്ടതില്ല. രാഷ്ട്രീയമായ കൃത്യമായ നിലപാടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ഇവിടെ CAA-ക്കെതിരായി അത്തരത്തിൽ ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഭരണഘടനാ ചുമതല വഹിക്കുന്ന ആളാണ്. മറ്റൊരു സംസ്ഥാനത്ത് ചെന്നിട്ട് സമരം ചെയ്യാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ, ഞാനത് അഭിഭാഷകനായിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ സമയം കൊടുത്ത് പഠിപ്പിക്കുന്നൊന്നുമില്ല. ഒരു പാർലമെൻ്റ് അംഗം, ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അത്തരത്തിൽ അല്ല, ഒരു സംസ്ഥാനത്തെ MLA ഉൾപ്പെടെ അത്തരത്തിൽ മറ്റൊരു സംസ്ഥാനത്ത് പോയി പ്രസംഗിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു കാര്യം. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ മേലെടുത്തിട്ടുള്ള കേസുകൾ പല സംസ്ഥാനത്ത് എന്താ ഡിഫമേഷൻ കേസാണ് അല്ലേ? അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവന നടത്തി എന്നുള്ളത്. അത് പ്രധാനമന്ത്രിയുടെ പേരുമായി ബന്ധപ്പെട്ട് കള്ളന്മാർക്കെല്ലാം ഇങ്ങനെ മോദി എന്ന പേര് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കോടതി അവിടെ അത്തരത്തിലൊരു ഉത്തരവ്, അത് ഗുജറാത്തിൽ നിന്നാണ് അത്തരം വന്നത് എന്നുള്ളത് മറ്റൊരു സാന്ദർഭികമായി ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. സുപ്രീം കോടതി വരെ പോകേണ്ടതായി വന്നു ആ ഒരു കേസ് എന്ന് പറയുന്നത്. ഡിഫമേഷൻ കേസിലൊന്നും ഇങ്ങനെ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ അംഗത്വം റദ്ദാക്കുന്നതായിട്ടുള്ളൊരു സംഭവം തന്നെ നടാടെയാണ്. അത് ആദ്യമായി അതിനെതിരായി പ്രതികരിച്ചത് സഖാവ് പിണറായി വിജയനാണ്. തീരുന്നില്ല, നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്ന കാലത്തും അതിനെതിരായി പ്രതികരിച്ചതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ മാത്രം അദ്ദേഹത്തെ എപ്പോഴും കാണണ്ടല്ലോ. ഇവിടെ ചോദിക്കുകയാണ്, കേരളത്തിലെ ഈ ചില കോൺഗ്രസ് നേതാക്കൾ ഒരു കോക്കസായി നിന്നുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി അത്തരത്തിൽ ഇങ്ങനെ ഈ ചെവിയിലേക്ക് ഓതി കൊടുക്കുന്നതെല്ലാം സത്യമാണ് എന്നുള്ള ധാരണയിലാണ് എങ്കിൽ അദ്ദേഹം വന്ന് ചോദിക്കുകയാണ്. ഞാൻ 2 മിനിറ്റ് എടുക്കുന്നുള്ളൂ, അധികമൊന്നും എടുക്കുന്നില്ല. ഇവിടെ എന്താ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ തന്നെ ജയിലിലാണല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊഴികെ ബാക്കി ആരെയും വേട്ടയാടണം. ഈ ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആദ്യമായി ചോദിച്ചത് ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളാണ്. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കത്തെഴുതിയതും ഇന്ത്യ ഗവൺമെൻറ് കത്തെഴുതിയത് ഓർമ്മയുണ്ടല്ലോ, മറന്നുപോയിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കളെല്ലാം? എന്താ ഇങ്ങനെ ഈ മനീഷ് സിസോദിയെ മാത്രം അറസ്റ്റ് ചെയ്തു, ഇദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചത്? അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെല്ലാം വേട്ടയാടും. കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടിയാൽ അത് നോവും, വേദനിക്കും. പ്രതിപക്ഷത്തുള്ള മറ്റ് നേതാക്കളെ വേട്ടയാടിയാൽ അതുകൊണ്ട് വേറൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. CPM ഇതിനെ സംബന്ധിച്ച് അസന്നിഗ്ധമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ BJP തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ആ വിധത്തിൽ നിശബ്ദരാക്കാൻ, വകവരുത്താൻ, നിഷ്കാസനം ചെയ്യാൻ, അങ്ങനെ ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാൻ
എങ്ങനെ ഒരു വലിയ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുവരുന്നത് പോലെ ഈ ലോണ്ടറികളിലെല്ലാം ഉള്ളതുപോലെ അത്തരത്തിൽ ആരും അഴിമതിക്കാരായിട്ടുള്ളവരെല്ലാം ഞങ്ങളുടെ വാഷിംഗ് മെഷീനിലേക്ക് കയറി അവരെല്ലാം ഇങ്ങനെ മാറിയാൽ അശോക് ചവാൻ ഉൾപ്പെടെയുള്ള 12 മുൻ മുഖ്യമന്ത്രിമാരും മറ്റുള്ള ആളുകളും അവരുടെ സംഭവിച്ചത്. CAA-ക്കെതിരായിട്ട് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ കേരളത്തിനൊരു കാര്യമുണ്ട്. കേരളം വല്ലാതെ ഈ രാഷ്ട്രീയ ബോധമുള്ളതും പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള, പൊളിറ്റിക്കൽ സെൻസ് മാത്രമല്ല പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ഇന്ത്യയിൽ എവിടെ നടക്കുന്നതും ലോകത്തിൽ എവിടെ നടക്കുന്നതുമായ കാര്യങ്ങളെ കേരളം അങ്ങനെ കാണുന്നവർ. അതുകൊണ്ടാണ് ഇറാഖിൻ്റെ മേലുള്ള അമേരിക്കൻ സഖ്യശക്തികളുടെ അധിനിവേശം ആക്രമണം ആദ്യം നടക്കുന്ന വേളയിൽ സഖാവ് EMS-നോട് അന്ന് ദേശീയ മാധ്യമങ്ങളടക്കം ചോദിച്ചപ്പോൾ സ്വതസിദ്ധമായ വിക്കോട് കൂടിയാണെങ്കിലും സഖാവ് EMS പറഞ്ഞത് ചോദ്യം ഏതായിരുന്നു? നിങ്ങൾ അമേരിക്കയോടൊപ്പമാണോ അതല്ല സദ്ദാം ഹുസൈനോടൊപ്പമാണോ? ഇതായിരുന്നു ചോദ്യം, ഓർമ്മയില്ലേ? അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതുന്ന ഇറാഖിലെ ജനതയോടൊപ്പമാണ്. ഇറാഖിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് അത് ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലാത്ത CPM-ന്റെ നേതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതായ മറുപടിയാണ്. രാജ്യം മുഴുവനും അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞ ആ നിലപാട് കേരളം അംഗീകരിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ വിഷയത്തിൽ പൗരത്വ നിയമത്തിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിന് ഞാൻ 2019 അതുകൊണ്ടാണ് പറഞ്ഞത്, മേയിൽ അവർ അധികാരത്തിൽ വരുന്നു, BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ഡിസംബറിൽ അവർ ഈ പറയുന്നതായിട്ടുള്ള നിയമനിർമ്മാണം നടപ്പാക്കുന്നു, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു, ഞങ്ങളിപ്പോൾ ഈ കാര്യത്തിനെ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി തന്നെ അവരിപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എപ്പോഴാണ് ഇത് കൊണ്ടുവരുന്നത്? അത് കൊണ്ടുവരുന്നതിന് റംസാൻ നോമ്പ് ആരംഭിക്കുന്ന കാലത്താണ് അല്ലേ? അങ്ങനെ വരുന്ന കാലത്ത് തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിയുണ്ടായത്. ആ വിധി ഉണ്ടായപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. ഇതെല്ലാം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ആ വിധത്തിൽ കൊണ്ടുവരുന്നതാണ്. ഇതെല്ലാം ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞാൽ പിണറായി വിജയനെ ഇത്തരത്തിൽ ആക്രമിക്കുക എന്നുള്ളത് ചെയ്തോട്ടെ, കോൺഗ്രസ്സുകാർ അത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം കേരളം ഇത് കണ്ടു തന്നെയാണല്ലോ. അദ്ദേഹത്തിനെ വേട്ടയാടാനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വേട്ടയാടാനും നട്ടാൽ കുറുക്കാത്ത നുണകളെല്ലാം പറയാനും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും എല്ലാം ചെയ്തതാണ്. മാധ്യമ ചർച്ചകളിലും എല്ലാം വന്നതാണ്. ഇപ്പോഴും അത് തന്നെ പറഞ്ഞോളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെതിരായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുകയും ആദായ നികുതി വകുപ്പ് റെയ്ഡ് ചെയ്യുകയും ചെയ്തപ്പോൾ 55 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടുകളായി BJP-യുടെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഇതേ കൂട്ടർ തന്നെയാണ് കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞത്, യുവർ ഓണർ ഇനി കേസുകളൊന്നും നിലവിലില്ല എന്ന്. അതും കോൺഗ്രസ് നേതാക്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ, DLF-ന്റെ കേസ്. എന്തായാലും പിണറായി വിജയൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, CAA-യെക്കുറിച്ച് ഒരു വാക്കും പറയില്ല എന്ന് രാഹുൽ ഗാന്ധി നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ട്? ചർച്ചയുടെ അവസാന ഘട്ടമാണ്. എല്ലാവർക്കും 2-2.5 മിനിറ്റ് വീതം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ സോയ ജോസഫ്, ഈ CAA-യുടെ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ അട്ടർ കൺഫ്യൂഷനാണ്. അതിൽ ഒരു കൺഫ്യൂഷൻ തീർക്കണമെന്ന് കോൺഗ്രസ്സിന് ജനങ്ങളുടെ മുമ്പാകെ വെക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ കരടിൽ, ഇന്നത്തെ ചോദ്യം ഇതാണ്, കരടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ, അതാരെങ്കിലും പറഞ്ഞിട്ട് വെട്ടിയോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഇവരാരെങ്കിലും ഒക്കെ പറയൂ. അത്തരം ഔദ്യോഗികമായ പ്രതികരണങ്ങൾ തീർച്ചയായും വരുന്നുണ്ടാകും അതിനെപ്പറ്റി. കാരണം ഇത് പിണറായി വിജയൻ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം ഒരു കരടുണ്ടായിരുന്നുവെന്നും. സ്വാഭാവികമാണ്. ആ കരടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നുവെന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രഖ്യാപിച്ച ഒരേ ഒരാൾ പിണറായി വിജയനാണ്. ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പിണറായിയെ പറയണോ? അതാണ് നേരത്തെ എല്ലാവരും പറഞ്ഞത്. 2 മിനിറ്റാണല്ലോ സമയമുള്ളത് ഡോക്ടർ ലാൽ, 2 മിനിറ്റാണ് സമയമുള്ളത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞൊന്ന് മുഴുവിപ്പിച്ചോട്ടെ. കാരണം ഈ ഇന്ത്യ മുന്നണിയെ പറ്റി എല്ലാവരും ഭയങ്കര അധികമായി വാചാലമാകുന്നത് കണ്ടു. ഈ ഇന്ത്യ മുന്നണി എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്ന് അറിയാലോ? ഈ രാജ്യത്ത് മോദി വിരുദ്ധമായിട്ടുള്ള, സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ നിർമ്മിച്ചെടുക്കാനും അത്തരം ഒരു രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാനും വേണ്ടിയാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം സംഘപരിവാറിന്റെ നിലപാടിൽ നിന്ന് കോൺഗ്രസിന് നിലപാട് വ്യത്യാസമുണ്ടോ? പറയട്ടെ, ഇതാരാണ് ആദ്യം തുടങ്ങി? ഡോക്ടർ സോയ ജോസഫ്, 2 മിനിറ്റ് മുഴുവൻ നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല, എനിക്ക് ചോദ്യം ചോദിക്കാൻ കൂടിയുള്ളതാണ്. കേൾക്കൂ. ഇങ്ങനെ 2 മിനിറ്റ് എനിക്ക് തന്നിട്ട് കാര്യമില്ല. ഇല്ല, 2 മിനിറ്റ് മുഴുവൻ താങ്കൾക്ക് തന്നിട്ടില്ല. ആ 2 മിനിറ്റിൽ എന്റെ ഉപചോദ്യങ്ങൾ ഉണ്ടാകും. കേൾക്കൂ. അതായത് സംഘപരിവാറിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാറിനെതിരായിട്ടുള്ള നിലപാട് കൂടി ഉണ്ടാകണ്ടേ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 1 മാസത്തിലേറെയായി പിണറായി വിജയന്റെ നിരന്തരമുള്ള ആക്രമണം? രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് വേണ്ടിയത്. രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. എത്രയോ ദിവസങ്ങളായി പിണറായി വിജയൻ ഈ പറയുന്ന ഈ ഇന്ത്യ മുന്നണിയെ പറ്റി, ഈ രാജ്യത്ത്
വിരുദ്ധ സർക്കാർ വരുന്നത് വലിയ കാര്യമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതിനോടനുബന്ധിച്ച് രാഷ്ട്രീയ ഔചിത്യം കാണിക്കണ്ടേ? ശരി, പിണറായി വിജയനെ കുറിച്ച് എന്താണ് സംസാരിച്ചത്? കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ജയിലിൽ പോകാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അത്രയോ ദിവസമായി പിണറായി വിജയൻ എന്താണ് രാഹുൽ ഗാന്ധിയെ പറ്റി സംസാരിച്ചത്? അതിന് കൂടെ മറുപടി പറയൂ. രാഷ്ട്രീയമാണ്. പിണറായി വിജയൻ ചോദിച്ചത് രാഷ്ട്രീയമാണ്. CAA കുറിച്ച് എന്തുകൊണ്ട് രാഹുൽ പറയുന്നില്ല? CAA കുറിച്ച് എന്തുകൊണ്ട് രാഹുൽ പറയുന്നില്ല? ഇതാണ് പിണറായി ചോദിച്ചത്. അത് മാത്രമല്ല പറഞ്ഞത്, രാഹുൽ മോദിയെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതെ, പക്ഷെ രാഹുലിനെ ജയിലിലിടാത്തതെന്നൊന്നും ചോദിച്ചില്ല. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ എന്തുകൊണ്ട് ജയിലിൽ പോയില്ല എന്ന് ചോദിച്ചില്ല. നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ ജനം ഇത് മനസ്സിലാക്കും. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് മോഡിക്കെതിരെ രാഹുൽ ഗാന്ധി സംസാരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ നട്ടാൽ കുറുക്കാത്ത നുണ വല്ലതും ഉണ്ടോ മിസ്റ്റർ ലാൽ? നിങ്ങൾ മറുപടി പറയണം. ശരി, ഡോക്ടർ സമ്പത്ത് മറുപടി. മനസ്സിലാക്കും, നിങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കും. അല്ല, എനിക്ക് ഒറ്റ മിനിറ്റ് മതി, വേറെ കൂടുതലൊന്നും വേണ്ട. ഈ 2019 ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ 2019 കേരള നിയമസഭാ കാലത്തു തന്നെ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയുണ്ടായി. ഇപ്പോഴല്ല, ഇത് 2024 അന്നേ പറഞ്ഞു. ഇനി വേണമെങ്കിൽ മറുപടി പറയാം. ഈ ഇന്ത്യ മുന്നണി ഉണ്ടായതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇന്ത്യ മുന്നണി ഉണ്ടായതിന് ശേഷവും കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതും ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഞാൻ സഖാവ് VS അച്യുതാനന്ദൻ്റെ ഒരു പോസ്റ്റ് മാത്രമേ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇടപെടണ്ട. ഇപ്പോൾ എൻ്റെ സമയമാണ്. അതെ, ഞാൻ അങ്ങയുടെ വായിൽ കയറിയൊന്നും പറയാൻ വന്നില്ല. മുമ്പൊരിക്കൽ രാഹുൽ ഗാന്ധിയെ ഞാൻ അമുൽ ബേബി എന്ന് വിളിച്ച് കളിയാക്കുകയുണ്ടായി. അത് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കാതെ ശിശുസഹജമായ അതിവൈകാരികതയോടെ സാഹചര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ട് പറഞ്ഞതായിരുന്നു എന്ന് സഖാവ് VS അച്യുതാനന്ദൻ 2019 ഏപ്രിൽ 1 അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പ്രസ്താവന വന്നതുമാണ്. ഇത് തന്നെയാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. ഇത് കേസും ഇത്തരത്തിൽ വല്ലാതെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും കുടുംബപരമായ പല ബുദ്ധിമുട്ടുകളും പിന്നെ ജയിൽവാസവും മർദ്ദനവും അതൊക്കെ ഈ അനുഭവിച്ച് വരുന്നവർക്ക് ഇത് മനസ്സിലാകുള്ളൂ. ജയിൽ പുറത്തു നിന്ന് കണ്ട് സിനിമയിൽ കണ്ടിട്ട് പോകുമ്പോഴേ ഇതൊക്കെ നമുക്ക് വേറെ പലതുമായിട്ടൊക്കെ തോന്നും കേട്ടോ. 1.5 വർഷക്കാലം അത്തരത്തിൽ ഈ കരുതൽ തടങ്കലിൽ ജയിലിൽ കിടക്കുമ്പോൾ പിടിച്ചപ്പോൾ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ഓടുന്ന വണ്ടിക്കകത്തോട്ട് ചവിട്ടി കൂട്ടി ശരീരം മുഴുവൻ തല്ലിപ്പഴിപ്പിച്ച് ജയിലിൽ കൊണ്ടുപോയി വീണ്ടും അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ച് അത് കഴിഞ്ഞതിന് ശേഷം 1.5 കൊല്ലക്കാലം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം, എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഒരു കുറ്റവിചാരണ പോലും ഇല്ലാതെ ഒരു കുറ്റാരോപണം പോലും ഇല്ലാതെ ചൈനീസുകാരനെന്ന് വിളിച്ചും പിന്നീട് ഈ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ നിയമം DIR ഉപയോഗിച്ചും എല്ലാം ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ്റെ മകനാണ് ഞാൻ. അച്ഛനെ ജയിലിൽ പോയി കാണുമ്പോൾ അച്ഛൻ എന്ത് കുറ്റം ചെയ്തിട്ടാണെന്ന് എൻ്റെ കൂട്ടുകാരോട് പോലും എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ പല കൂട്ടുകാരും എന്നെ ഒരു ജയിൽ പുള്ളിയുടെ മകനായി മാറ്റി നിർത്തി അത്തരത്തിൽ കണ്ടിട്ടുള്ളത് അനുഭവിച്ച് വളർന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വല്ലാതെ അവർക്ക് തോന്നി ഇതൊക്കെ ഒന്നും കാര്യമൊന്നുമല്ല. ഞാനും ജയിലിൽ കിടന്നിട്ടുള്ളവൻ തന്നെയാണ്. ജയിൽവാസം അനുഭവിച്ചാലേ മനസ്സിലാകൂ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. പുറത്തു നിന്ന് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാകില്ല. യെസ്, ഡോക്ടർ പ്രേംകുമാർ, താങ്കളിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് നോക്കൂ, കോൺഗ്രസിന്റെ വക്താക്കൾ എന്ത് മുടക്ക് ന്യായമാണ് പറയുന്നത് എന്നുള്ളത്. അതായത് ഏപ്രിൽ 14 നമ്മൾ വിഷു ആഘോഷിക്കുന്ന ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡൽഹി എഡിഷന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ്. അത് പിണറായി വിജയൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോൺഗ്രസിൽ ഒരാളും പത്രം വായിക്കുന്നില്ല എന്നല്ലേ ഡോക്ടർ സോയ ജോസഫ്? അതിന് പറയുന്നത് നിങ്ങളുടെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സോഴ്സസ് ആ റിപ്പോർട്ടറോട് വെളിപ്പെടുത്തി എന്നാണ്. നിങ്ങളുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു എന്നാണ്. ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ്. ഇതുവരെയും കോൺഗ്രസിന്റെ ഒരാളും അതിനെതിരെ പ്രതികരിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ കേരളം മുഴുവൻ വെച്ച ഹോർഡിംഗ് നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികളുടെ കവർച്ച എന്ന് UDFന്റെ പരസ്യ ബോർഡിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കാര്യമായി സംശയിക്കുന്നു ആ ബോർഡ് ചെയ്തത് വേറെ ആരോ ആണെന്നുള്ളത്. അതിനകത്ത് BJPക്കാർ കയറിയിരിക്കുന്നത്. കാരണം 1500 കോടി രൂപ ഈ കോൺഗ്രസ് വാങ്ങിച്ചിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട്. ഇന്ന് VD സതീശനോട് ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത് എന്താ അറിയോ? ഇന്നലെ VD സതീശൻ പറഞ്ഞത് CPM-ഉം വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട്, തെളിവ് ഞാൻ തരാമെന്നാണ്. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയോ? BJP ഭരണത്തിലിരിക്കുമ്പോഴാണ് വാങ്ങിയത്, കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് വാങ്ങിയത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ്. ഈ വിഷയം നിങ്ങൾ പ്രചരണായുധമാക്കുകയാണ്. എന്താണോ BJP അതിൽ ചെയ്തത്, സോഴ്സ് വെളിപ്പെടുത്താതെ ഫണ്ട് വാങ്ങിച്ചു എന്നുള്ള തെറ്റ്
കോൺഗ്രസ് നിങ്ങൾ BJP ചെയ്തത് തന്നെയാണ് കോൺഗ്രസും ചെയ്തത്. അതിനെ ന്യായീകരിക്കുന്ന പോലുള്ള അവസ്ഥയാണ്. ഈ വാർത്ത പിണറായി വിജയൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചിട്ടും പറയാതിരിക്കുമ്പോഴാണ്, അത് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കണമെന്ന് ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പറയുമ്പോഴാണ് ഈ വിഷയവും കൂടെ ചർച്ചയിലേക്ക് വരുന്നത്. അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ നിങ്ങളോട് മറുപടി പറയും. യെസ്, എന്തായാലും ചർച്ച അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. CAA കുറിച്ച് ഇന്നും രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞില്ല. ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ പറയുന്നത് കടപ്പുറത്ത്, കോഴിക്കോട് കടപ്പുറത്ത് എപ്പോഴോ എന്തോ പറഞ്ഞു എന്നാണ്. അത് മതിയോ കോൺഗ്രസിൻ്റെ ഇന്ത്യ ഒട്ടാകെയുള്ള നേതാവ് CAA കുറിച്ച് എന്താണ് നിലപാട് എന്ന് വിശദീകരിക്കുമ്പോൾ ഇത്ര മാത്രം മതിയോ? പ്രകടന പത്രികയിൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ 8-ാം പേജ് ചൂണ്ടിക്കാണിച്ചവർക്ക് പിന്നീട് ഉത്തരമില്ല. ഇപ്പോൾ CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന് പറയുകയും പിറ്റേ ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് മുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇതൊക്കെ കൊണ്ട് 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ആളുകളെ പറ്റിക്കാനാകുമോ? വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്. ഡോക്ടർ സമ്പത്ത്, ഡോക്ടർ സോയ ഹസൻ, ഡോക്ടർ പ്രേംകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.